പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതലൊന്നും ഒന്നെങ്കിൽ തന്നെ ആമേൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടൂക്ക് ആലുക്കൽ കോറപ്പിസ്കോപ്പ്. സത്യവിശ്വാസം ബന്ധിച്ച കാര്യങ്ങളാണ് പറയുന്നത്. എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, വിശുദ്ധ മൂന്നിന്മേൽ കുർബാന നടത്തുന്നത് അതൊരു നാടകമാണോ പ്രഹസനമാണോ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. ഞാൻ ആരെയും ഒരു കുറ്റം പറയുന്നൊന്നല്ല കേട്ടോ. പ്രത്യേകിച്ച് ടാർസൻ പാസ്റ്റർ അദ്ദേഹം പറഞ്ഞതിനെ പറ്റി ഒരു പശ്ചാത്താപം അത് ഖേദിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ ആ വിഷയമില്ല, ആ വിഷയം തീർന്നു. അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ ഞാൻ കണ്ടിരുന്നു, അതുകൊണ്ടാണ് പറയുന്നത്. ഇദ്ദേഹം മാത്രമല്ല, വേറെ ചിലരും കൂടെ മൂന്നുനാൾ കുർബാന ഒരു നാടകമാണ്, പ്രഹസനമാണെന്നൊക്കെ പറഞ്ഞു. അപ്പം അതുകൊണ്ട് അതിനെപ്പറ്റി ഒരു വിശദീകരണം നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകളും വിശുദ്ധ കുർബാനയും ഒക്കെ മാലാഖമാരോട് കൂടെ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിൽ ആരാധിക്കുന്നത്. നമുക്കറിയാം, മാലാഖമാർ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. അവർ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ ദൈവത്തെ ആരാധിക്കാനാണ്, ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്. ഫറവോനോട് ദൈവം ആവശ്യപ്പെടാൻ മോശയോട് പറഞ്ഞത്, നീ എൻ്റെ ജനത്തെ വിട്ടയക്കണം, എന്നെ ആരാധിക്കുവാനായിട്ട് അവരെ വിട്ടയക്കണം. അപ്പോൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം കൂടുമോ? ദൈവത്തിൻ്റെ ദൈവത്വം കൂടുമോ കുറയോ? അതൊന്നും ചെയ്യില്ല. തന്നെ സ്തുതിക്കുന്നവർ തന്നാൽ ശ്രേഷ്ഠരാകും എന്നാണ്. ഫറവോനോട് അങ്ങനെ പറയാൻ കാരണം, എൻ്റെ ജനം ഞാൻ സൃഷ്ടിക്കപ്പെട്ട ജനമാണ്, അവർ അന്യദൈവങ്ങളെ ആരാധിക്കരുത്, എന്നെ ആരാധിച്ചിട്ട് അവർ രക്ഷ പ്രാപിക്കണം. അന്യദൈവങ്ങളെ ആരാധിക്കാൻ ഇടവരരുത്. സ്നേഹം കൊണ്ടല്ല, അതിനേക്കാൾ ഉപരിയായി ആരാധിക്കാൻ, അന്യദൈവങ്ങളെ ആരാധിക്കാതിരുന്ന് ദൈവമായ യഹോവയെ മാത്രം ആരാധിക്കാൻ ആണ് അവർ സൃഷ്ടിക്കപ്പെട്ടത്. മാലാഖമാർ അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നു. ശരീരികളുണ്ട്, അദൃശ്യരും അസംഖ്യരുമായ സകല സ്വർഗീയ ഗണങ്ങളും കൂട്ടങ്ങളുമുണ്ട്. 9 വൃന്ദ മാലാഖമാർ 3 ഗണങ്ങളായിട്ട് നിന്നാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ദൈവത്തിൻ്റെ സിംഹാസനത്തിന് ചുറ്റും 3 നിരകളായിട്ടാണ് അവർ നിൽക്കുന്നത്, ഒരിക്കലും ഇരിക്കുന്നില്ല. ശ്രോഭയമാലാഖമാർ ഒരുവൻ്റെ അടുക്കൽ മറ്റൊരുവൻ പറന്നെടുത്തുകൊണ്ട് നീ പരിശുദ്ധൻ 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 എന്ന് ആർത്ത് അട്ടഹസിക്കുന്നുണ്ട്. അത് യെശയ്യാവ് 6:1 മുതൽ വായിക്കുമ്പോൾ കാണാം. കൂടാതെ ശ്രോഭയമാലാഖമാരുടെ സ്തുതിപ്പ് ഹസ്കീൽ 3:12 കാണാം, വിശുദ്ധ ഗ്രന്ഥം. അപ്പോൾ ആത്മാവ് എന്നെ എടുത്തു, ദൈവമഹത്വം സ്വസ്ഥാനത്ത് നിന്ന് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞാൻ വലിയ മുഴക്കത്തോടെ ഒരു ശബ്ദം എൻ്റെ പിന്നിൽ കേട്ടു. കർത്താവിൻ്റെ ബഹുമാനന്ദ സ്ഥാനത്ത് നിന്ന് എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് നമ്മൾ പാതിരാത്രിയുടെ പ്രാർത്ഥനയിലും ഒക്കെ ചൊല്ലുന്നുണ്ടല്ലോ. അതിൻ്റെ ഇതിൽ നിന്നാണ് ആ പ്രാർത്ഥന എടുത്തത് നമുക്കറിയാം. അതാണ് ക്രൂപേന്മാരുടെ സ്തുതിപ്പ്. ക്രൂപേന്മാർ ഒരു വശത്ത് സ്തുതിക്കും, ശ്രോപേന്മാർ വേറൊരു വശത്ത് സ്തുതിക്കും. മാലാഖമാർ അവിടെ നിർത്തുന്നില്ല, സ്തുതിപ്പ് നിർത്തുന്നില്ല.
അനവരതം സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ മാലാഖമാരോടുകൂടെ ചേർന്നാണ് നമ്മുടെ പ്രാർത്ഥനകളും വിശുദ്ധ കുർബാനകളും. അപ്പം ഇവിടെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നാളെ വിശുദ്ധ മുഹമ്മദ് കുർബാനയെ പറ്റിയാണ് പറയുന്നത്. 3 ത്രോഡോസുകളിലായിട്ടാണ് വിശുദ്ധ മുഹമ്മദ് കുർബാന നടത്തുന്നത്. ഏറ്റവും സീനിയറായ പട്ടക്കാരൻ നടുവിൽ നിൽക്കും. വടക്ക് വശത്ത് തൊട്ട് അടുത്ത സീനിയർ, തെക്ക് വശത്ത് അടുത്ത സീനിയർ, അങ്ങനെ അതിൻ്റെ ക്രമം പാലിക്കുന്നത്. നടുവിൽ നിൽക്കുന്ന പട്ടക്കാരൻ തുയോവ 3 പേര് നടത്തണം. നടുവിൽ നിൽക്കുന്ന പട്ടക്കാരൻ തുബ്ദേൻ വരെ ചൊല്ലും, തുബ്ദേൻ മഹം വരെ ചൊല്ലും. വടത്ത് വശത്ത് നിൽക്കുന്ന അച്ഛൻ മറയിടുന്നത് വരെ, ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷ വരെ അത് നടത്തും, മറയിട്ട് നടത്തും. അതിന് ശേഷം മറ വലിക്കുമ്പോൾ തെക്ക് ഭാഗത്ത് നിൽക്കുന്ന അച്ഛൻ ആ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന ചൊല്ലും. അത് നമുക്കറിയാം. ആ ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് സ്വർഗസ്ഥനായ പിതാവ് എന്ന് ചൊല്ലുന്നുള്ളൂ. എന്നാൽ ആ ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ മരണവും കബറടക്കവും പുനരുത്ഥാനവും ഒക്കെ ഓർക്കണത്. അത് കഴിയുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകുന്ന പിതാവെ എന്ന് വിളിക്കാനുള്ള അർഹതയും യോഗ്യതയും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ ആ പ്രാർത്ഥന ചൊല്ലുന്നത്. അദ്ദേഹം അത് ആ കർത്താവിൻ്റെ 2ാമത്തെ വരവിനെ സൂചിപ്പിക്കുന്നതിന് മുമ്പായി സ്വർഗാരോഹണ ശുശ്രൂഷ നടത്തും. അത് നടത്തി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം അത് അവസാനിപ്പിക്കും. പിന്നെ മധ്യസ്ഥ പ്രാർത്ഥനകളാണ് നടുവിൽ നിൽക്കുന്ന അച്ഛൻ തുടങ്ങും. നിന്നാൽ സുഖയുടെ രാജ്യങ്ങൾ നോക്കുള്ളത്. എന്നിട്ട് അത് കഴിഞ്ഞ് അവസാനം കാസായും വിലാസം എടുത്തുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരുന്നതും മറ്റുള്ള കർമ്മങ്ങളൊക്കെ പ്രാർത്ഥനകളൊക്കെ നടുവിൽ നിൽക്കുന്ന അച്ഛൻ ചൊല്ലി അവസാനത്തെ ആശീർവാദവും കൊടുത്ത് വിശുദ്ധ കുർബാന അവസാനിപ്പിക്കും. ഇതാണ് പതിവ്. ഒരേ കുർബാന തന്നെയാണ്, ഒരേ ക്രമം തന്നെയാണ്, വേറെ മാറ്റമില്ല. അവിടെ ചൊല്ലുന്നത് 3 പേര് കൂടിയാണ്. പക്ഷേ ഒരാൾ ചെല്ലുമ്പോൾ മറ്റേ 2 പേര് വെറുതെ നിൽക്കല്ല. അവർ നടുവിൽ നിൽക്കുന്ന അച്ഛൻ, ഒരാൾ ചൊല്ലുന്ന അച്ഛൻ ഒച്ചയിൽ ചൊല്ലുന്നു, മറ്റേ അച്ഛൻ മൗനം പാലിച്ച് ചൊല്ലുന്നുണ്ട്. അതിന് ചുണ്ടാനക്കണമെന്ന് പറയുന്നത്. കുർബാന ചെല്ലാതിരിക്കാൻ പറ്റില്ല, ചൊല്ലണം 3 പേരും. ഒരാൾ ശബ്ദത്തിൽ ചൊല്ലും, മറ്റുപേരും അത് മൗനമായിട്ട് ചൊല്ലും. എല്ലാ പ്രാർത്ഥനകളും, രഹസ്യ പ്രാർത്ഥനകളും പരസ്യ പ്രാർത്ഥനകളും എല്ലാം അച്ഛൻ ചൊല്ലേണ്ട പ്രാർത്ഥനകളൊക്കെ മൗനമായിട്ട് ഒരു ചൊല്ലും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാലാഖമാര് 3 ഗണങ്ങളായിട്ടാണ് കർത്താവിനെ ആരാധിക്കുന്നത്. പക്ഷേ അവർ 3 പ്രാവശ്യമായിട്ടല്ല. പക്ഷെ ഇവിടെ 3 അച്ഛന്മാരും കൂടി ആർത്ത് ഒച്ച ചൊല്ലിക്കഴിഞ്ഞാൽ ആകെ ഒരു അലങ്കോലവും. ചൊല്ലുന്നത് ഒരു കുർബാന മാത്രമേ ഉള്ളൂ. പക്ഷെ 3 അപ്പമുണ്ട്. ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അപ്പത്തിൻ്റെ എണ്ണം കൂടാൻ പാടില്ല എന്നുള്ള അതിൻ്റെ അർത്ഥം. വിശുദ്ധ കുർബാനയ്ക്ക് നാം ഉപയോഗിക്കുന്ന പുളിപ്പുള്ള അപ്പം, അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അപ്പം പാടില്ല. അതുകൊണ്ട് ഒരേ അപ്പത്തിൽ നിന്നല്ല ഭക്ഷിക്കുന്നതെന്ന് പറയരുത്. ഇപ്പം പെസഹ കുർബാനയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും? വലിയ വലിയ ഇടവകളിൽ ഒരപ്പം കൊണ്ട് തീരൂല. ചിലർ 2 വയ്ക്കും, ചിലർ 3 വയ്ക്കും, പിന്നെ 5, 7 അങ്ങനെ വയ്ക്കാവും. 1, 2, 3 പിന്നെ വയ്ക്കുന്നത് ഒറ്റയിൽ വരണം. വിശുദ്ധ കുർബാന, മൂന്മേ കുർബാന അങ്ങനെയാണ്. 1, 3, 7, 9, 51, 101, പിന്നെ ഇടയ്ക്ക് 13 വരെ വരാം. ആ ഒരു നമ്പർ വിട്ടു പോവില്ല. ഇതൊക്കെ കാലം ചെയ്ത ശ്രേഷ്ഠ കാതോലിക്ക ബാവയാണ് ആദ്യമായി 101 കുർബാന അർപ്പിച്ചത്. അത് അനുഗ്രഹപ്രദമാണ്. ഒരു കുർബാനയാണ് ചൊല്ലുന്നത് 101 അച്ഛന്മാരും. ഒരാൾ ചൊല്ലും, മറ്റുള്ളവരത് മൗനമായിട്ട് ചൊല്ലുന്നു.
അപ്പോൾ 3 അപ്പം വന്നുകൊണ്ട് കർത്താവിന് 3 ശരീരമുണ്ടെന്ന് ധരിക്കണ്ട. ഒരേ അപ്പം എന്ന് പറയുന്നത് അവിടെ എണ്ണമല്ല സൂചിപ്പിക്കുന്നത്, കർത്താവിൻ്റെ ശരീരമാണ്. ഒരു ശരീരം അവനുള്ളൂ. ആ ഒരു ശരീരത്തിൻ്റെ ഭാഗമൊന്നും പറയാൻ പറ്റില്ല, ഒരു ശരീരം തന്നെ. 3 അപ്പമായിട്ട് എടുക്കുന്നു. അത് എണ്ണത്തിലല്ല, അതിൻ്റെ അന്തസത്ത, അതിൻ്റെ അർത്ഥം അടങ്ങിയിരിക്കുന്നു മനസ്സിലാക്കണം. ഞാൻ പറയില്ല, നേരത്തെ 3 പേര് കൂടെ ഒച്ചയോട് ചൊല്ലിക്കഴിഞ്ഞാൽ അവിടെ അനുകൂലമായ അന്തരീക്ഷ സ്വഭാവില്ല. അതുകൊണ്ട് 3 പേര് കുർബാന നടത്തുന്നു. 3 പേര് ചൊല്ലുന്നു, മറ്റുള്ളവർ രഹസ്യമായിട്ടത് ചൊല്ലുന്നു. 3 അച്ഛന്മാരും ഒരേ ക്രമം, അതിലെല്ലാ രഹസ്യ പ്രാർത്ഥനകളും പരസ്യ പ്രാർത്ഥനകളും ഒക്കെ അവർ ചൊല്ലുന്നുണ്ട്. അത് മനസ്സിലാക്കണം. ഇത് പ്രഹസനമല്ല, നാടകമല്ല. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ 2 ഗ്രൂപ്പുകളായിട്ട് നിന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രത്യേകിച്ച് ഗാനങ്ങൾ ചെല്ലുന്നതായാലും ഗദ്യമായാലും പദ്യമായാലും അത് സ്വർഗത്തിൽ നടക്കുന്ന ആ 2 ഭാഗമായിട്ട് നിന്ന് ഗാനങ്ങൾ ആലപിക്കുന്നതിൻ്റെ ഓർമ്മയാണ്, സംശയമൊന്നുമില്ല. സ്വർഗത്തിലെ അതിൻ്റെ പതിപ്പാണ്, ഫോട്ടോ കോപ്പിയാണ് നമ്മുടെ, സംശയമില്ല. സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയാണ് നമ്മളിവിടെ ചൊല്ലുന്നത്, ഭൂമിയിൽ ചൊല്ലുന്നത്. പക്ഷെ വ്യത്യാസം, കർത്താവ് പിതാവിൻ്റെ വലതുവശത്തിരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത് അവന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ്, പട്ടക്കാരനും കൂടി വേണ്ടിയിട്ടാണ്. പട്ടക്കാരൻ എപ്പോഴും അൾത്താര അഭിമുഖമായിട്ട് തന്നെ നിൽക്കണം. ഞാനതിനു മുമ്പൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്, എന്നാരും പറഞ്ഞാൽ കുഴപ്പമില്ല. കാരണം ഈ കുർബാന പട്ടക്കാരന് വേണ്ടി കൂടിയാണ്. ജനങ്ങൾ അൾത്താരാഭിമുഖമായിട്ട് നിൽക്കുമ്പോൾ അച്ഛനും അങ്ങനെ തന്നെ നിൽക്കണം. എങ്കിലേ ആ കുർബാന ഉണ്ട് അച്ഛൻ്റെ പ്രയോജനം കിട്ടുള്ളൂ. അച്ഛൻ പടിച്ചാട്ട് ഇരിക്കുന്നുണ്ട് കാര്യമില്ല. അതിനെ കുറ്റം പറഞ്ഞതല്ല, ഞങ്ങളുടെ വിശ്വാസം പറഞ്ഞ. അപ്പോൾ 2 ഗ്രൂപ്പുകളായിട്ട് നിന്ന് സ്വർഗത്തിൽ പ്രാർത്ഥനകളും പാട്ടുകളും നടത്തുമ്പോൾ അത് നമ്മളെ അനുകരിക്കുകയാണ്. അപ്പോൾ അതിനെ ധിക്കരിച്ച് ഇത് നാടകമെന്ന് പറയുന്നത് സ്വർഗീയ ആരാധനയെ ധിക്കരിക്കുന്നതിനും പരിഹസിക്കുന്നതിനും തുല്യമാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കർത്താവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയോടുകൂടി നമ്മളും ചേർന്ന് ഈ സമയം മുതൽ നാം എല്ലാവരുടെയും മനസ്സുകളും ഹൃദയങ്ങളും വിചാരങ്ങളും പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന പുത്രൻ തമ്പുരാനിലായിരിക്കണം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പുത്രൻ തമ്പുരാനോട് കൂടെ പിതാവിന് സമർപ്പിക്കുന്നതാണ് വിശുദ്ധ കുർബാന. അതാണ് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു. അവിടെ നിന്റെ എന്ന് 2 പ്രാവശ്യം പറയണ്ട, അവിടെ പറയാതിരിക്കാൻ പറ്റില്ല. മാലാഖമാരോടുകൂടിയുള്ള ഒരു പ്രാർത്ഥനയാണ് അവിടെ നടക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയില്ലേ, അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാരും പ്രധാന മാലാഖമാരും സ്തുതിക്കുന്ന പോലെ ബലഹീനരും പാപികളുമായി ഞങ്ങളും സ്തുതിക്കുന്നു. അപ്പം മാലാഖമാരോട് കൂടെ ചേർന്നാണ് നമ്മുടെ പ്രാർത്ഥനകൾ, വിശുദ്ധ ആരാധന. അപ്പോൾ സ്വർഗത്തിൽ നടക്കുന്ന പതിപ്പാണ്. അവിടുത്തെ ഒരു വ്യത്യാസമുള്ളൂ, മാലാഖമാരെല്ലാം കൂടെ ഒരുമിച്ച് പറയും. ഇവിടെ അച്ഛന്മാർ 3 ഭാഗങ്ങളായിട്ട് ചൊല്ലുന്നു. പക്ഷേ എല്ലാ ഭാഗങ്ങളും എല്ലാവരും ചൊല്ലുന്നുണ്ട്. പിന്നെ ഒരാൾ പറഞ്ഞു ഇത് കത്തോലിക്കരിൽ നിന്നും അനുകരിച്ചതാണെന്ന്. ഒരിക്കലുമല്ല. കത്തോലിക്കർ കേരളത്തിലുണ്ടായിട്ട് 1498 മുതലാണ് പോർച്ചുഗീസുകാരിവിടെ വന്നത്. അതിനുശേഷമാണ് അവിടെ കത്തോലിക്കരുണ്ടായിട്ടുള്ളത്. അതിനു മുമ്പ് 451 കൽക്കീദോസും നോദോസും വന്നപ്പോൾ അവർ സ്വയമേ പരിശുദ്ധ സഭയിൽ നിന്ന് വേർതിരിഞ്ഞു പോയി. നമ്മൾ നിൽക്കുക കുസ്തുദിനോപ്പോലീസ്, എഫേസസ്, 3 പൊതു സുന്നതോസുകൾ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പറയുന്നത് നിക്കായിലും കുസ്തുദിനോപ്പോലീസിലും എഫേസസിലും വെച്ച് പിതാക്കന്മാർ കൂടിയ
തീരുമാനിച്ച സത്യവിശ്വാസമാകുന്ന പാറമേൽ എന്നാ പറയുന്നത്. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ഇടവക കപ്പറമ്പ് വലിയ പള്ളിയാണ്, യാക്കോബായ പള്ളി. അത് AD 825 നിർമ്മിക്കപ്പെട്ടതാണ്. അവർ ഷാബോർ അഫ്രോത്ത് പിതാക്കന്മാർ വന്ന് അവർ ഷാബോറെന്നും അവർ അഫ്രോത്തിനും 2 പേരുള്ള 2 സഹതന്മാരുടെ നാമത്തിലാണ് ആ പള്ളി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു മെത്രാന്റെ നാമത്തിൽ ഒരു പള്ളി സ്ഥാപിക്കില്ല. എന്നാൽ പിന്നീട് പല പള്ളികളും ഇവർ സ്ഥാപിച്ചപ്പോൾ ഇവരെ ജനം വിശുദ്ധന്മാരെ കണക്കാക്കുകയും ഖാദീശകളുടെ പള്ളി എന്ന് അതിനെ വിളിക്കുകയും ചെയ്തു. അത് ഈ റോമാക്കാർ വന്നതിന് ശേഷമാണ്, അതിനു മുമ്പല്ല. 1498 ശേഷം. ഇത് ഊനംകുരിശ് സത്യത്തിലൊക്കെ അവരാണ് തിരിഞ്ഞു പോയി, നമ്മൾ തിരിഞ്ഞിട്ടില്ല. നമ്മളാണ് പഴയ വീട്ടുകാർ, അവരാണ് പുതിയ വീട്ടുകാർ. അപ്പോൾ 825 അക്കപ്പറമ്പ് പള്ളി പണിയുമ്പോൾ 3 ത്രോണോസും ഉണ്ട്. പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് ആരും എടുത്തിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രം ഞാൻ കണ്ടില്ല ഒരു സ്ഥലത്ത്. അപ്പം അന്ന് 3 മേൽ കുർബാനയ്ക്ക് സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് 3 ത്രോണോസ് പണിതത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പഴയ അങ്കമാലി പള്ളിയിലും കാഞ്ഞൂർ പള്ളിയിലൊക്കെ 3 ത്രോണോസുകളുണ്ട്. ഇപ്പം അവരതൊക്കെ രൂപക്കൂട് വെച്ച് അത് ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഇപ്പം അവർ സമൂഹ പ്രാർത്ഥനയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ സമൂഹ പ്രാർത്ഥനയായാലും ഈ 3 ഭാഗമായിട്ട് ചൊല്ലിയാലും അതിന് ഒരു പോരായ്മയും തെറ്റുമില്ല. ഈ സത്യം ഇതിനെ കുറ്റം പറയുന്നവർ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം അവരെ കുറ്റം പറയാനില്ല. പരിശുദ്ധ സഭയുടെ ആരാധനയൊക്കെ ആ 3 പൊതു സുന്നോദോസിലെ തീരുമാനപ്രകാരവും പരിശുദ്ധ പിതാക്കന്മാർ പഠിപ്പിച്ചതുമാണ്. അത് AD 325 എങ്ങനെയാണോ അല്ലെങ്കിൽ ആദിമ സഭയിൽ എങ്ങനെയായിരുന്നു അത് തന്നെ ഇന്നും തുടരുന്നു. ആരാധനയ്ക്ക് ഞങ്ങളൊരു മാറ്റം വരുത്തിയിട്ടില്ല. തുബ്ദേനിൽ ഞങ്ങൾ മാറ്റം വരുത്തിയിട്ടില്ല. ഒന്നിലും മാറ്റം വരുത്തില്ല. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.